യാ മോനെ എന്താ കഥ. എമ്പുരാന്റെ കഥ കേട്ടിട്ട് ചിരിച്ചൊരു വിധായി. 2 ദിവസം കൊണ്ട് 100 കോടി നേടിയെന്നറിയപ്പില്ലേ. മലയാളത്തിൽ ആർക്കാണ്, ഏത് സംവിധായകർക്കാണ് പറ്റുക സംശയമാണ് മൊത്തത്തില്. ചർച്ചയാണ് മൊത്തത്തില്. മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടന്റെ സിനിമ എമ്പുരാന് 2 ദിവസം കൊണ്ട് 100 കോടി എന്നൊക്കെ കിട്ടി എന്നൊക്കെ പറയുമ്പല്ലേ ഭയങ്കര ചരിത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചരിത്രം. ഈ ചരിത്രം തിരുത്തി എഴുതാൻ ഒരിക്കലും മലയാള സിനിമക്ക് കഴിയില്ല എന്നുള്ളതാണ്. പൃഥ്വിരാജിന്റെ എമ്പുരാന്റെ കലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കലക്കാണ്. ഇങ്ങനൊക്കെ ആർക്കാണ് പറ്റുക? ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം മാറി. 2 ദിവസം കൊണ്ട് 100 കോടി കളക്ഷനൊക്കെ നേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതപ്പെട്ടെന്ന് തന്നെ പറയേണ്ടി വരും. ചരിത്രം ഇനി മാറ്റി എഴുതാനൊന്നുമില്ല. കാരണം എമ്പുരാൻ മാറ്റി എഴുതി, മലയാള സിനിമയെ മാറ്റിമറിച്ച് എമ്പുരാൻ. ലാലേട്ടന്റെ മാസ് പെർഫോമൻസും പൃഥ്വിരാജിന്റെ മാസ് സംവിധാനം കൂടി ആകുമ്പോ എന്റെ പൊന്നു മോനെ ഇനിയൊരു രക്ഷയില്ല. ഇനി മലയാള സിനിമയെ മാറ്റിമറിക്കാൻ മറ്റൊരു സംവിധായകൻ വരുമെന്നുള്ളത് സംശയമാണ്. 100 കോടി ക്ലബിൽ 2 ദിവസം കൊണ്ടൊക്കെ കയറിയ കാര്യം കൊണ്ട് ഇനി ആ ചരിത്രം മാറ്റി എഴുതാൻ പറ്റില്ല. എന്താ ഇപ്പൊ ഈ കഥ? മൊത്തം ചർച്ചാ വിഷയമാണ്. മലയാള സിനിമയെ വേൾഡ് നിലവാരത്തിലേക്ക് ഉയർത്തിയ എമ്പുരാൻ, അതിന്റെ സംവിധായകൻ പൃഥ്വിരാജ്, അതിന്റെ മെയിൻ താരം ലാലേട്ടൻ. എന്തൊക്കെ വന്നാലും ഏതൊക്കെ വന്നാലും ഈ ചരിത്രം തിരുത്തി എഴുതാൻ സാധിക്കില്ല. ആ നിലക്ക് മാറി പറഞ്ഞില്ലേ മൊത്തത്തില്. ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് തന്നെ സംഭവിക്കുന്ന ഒരു പിടുത്തമില്ല. എമ്പുരാന്റെ 3-ാം ഭാഗം പറ്റേ, ലൂസിഫറിന്റെ 3-ാം ഭാഗം പറ്റേ, ലൂസിഫർ വന്നു, എമ്പുരാൻ വന്നു, ഇനി അടുത്തേതാ വരിക എന്നൊരു പിടുത്തമില്ല. അത് അതിലും വലിയ പവറായിട്ടാവും വരിക. ഈ നിലക്ക് ഇനി ഏതൊക്കെ സിനിമകൾ വന്നു കഴിഞ്ഞാലും എമ്പുരാന്റെ ലൂസിഫറിന്റെ തട്ട് താണന്നെ ഇരിക്കും. അതിൽ യാതൊരുവിധ മാറ്റമില്ല. എന്താ പെർഫോമൻസ്! പലരും നെഗറ്റീവായിട്ട് പല കമന്റുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട്, അതൊന്നും ഏക്കാണ്ട് എമ്പുരാൻ 2 ദിവസം കൊണ്ട് 100 കോടിയൊക്കെയാണ് അടിച്ചിരിക്കുന്നത്. ഇനി എന്തായി മാറും ഒരു പിടുത്തമില്ല. മലയാളികളുടെ അന്തസ് വാനോളം ഉയർത്തിയ ചിത്രമാണ് എമ്പുരാൻ. ലാലേട്ടന്റെ മാസ് പെർഫോമൻസ് പറയണ്ട. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയില്ലേ, സ്റ്റീഫൻ നെടുമ്പള്ളി അഴിഞ്ഞാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർത്തഴിഞ്ഞാടി. ആ നിലക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയി മക്കളെ. ഇനി എമ്പുരാന് ഇത് അടുത്തത് 200 കോടി ക്ലബ്ബ്, അത് കഴിഞ്ഞ 300 കോടി ക്ലബ്ബ്, 300 കഴിഞ്ഞ 400, 500, 1000. വീട്ടെ പൊന്നോ, പ്രതീക്ഷയുടെ അപ്പുറം തന്നെ മാറി മറിയാൻ വേണ്ടി പോവാണ് എമ്പുരാനേ. എമ്പുരാൻ വന്നടാ, തമ്പുരാൻ വന്നടാ, കൈകൂപ്പി നിൽക്കടാ തമ്പുരാനെ. കാലത്തിനൊത്തൊരു മാറ്റം കുറിച്ചിത ലാലേട്ടൻ വന്നടാ പൊന്നുമോനെ. എമ്പുരാൻ വന്നടാ, തമ്പുരാൻ വന്നടാ, കൈകൂപ്പി നിൽക്കടാ തമ്പുരാനെ. കാലത്തിനൊത്തൊരു മാറ്റം കുറിച്ചിത ലാലേട്ടൻ വന്നടാ പൊന്നുമോനെ. പാട്ട് കറക്റ്റല്ലായി. കാലത്തിനനുസരിച്ച് ലാലേട്ടൻ എന്തായി മാറി പറഞ്ഞു 100 കോടി 2 ദിവസം കൊണ്ട് നേടി മോനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ, എമ്പുരാന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.